ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെൽക്കം ടു ഈസി ഫുഡ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗാർലിക് മയണൈസ് ആണ്. നമ്മൾ തൂം എന്നൊക്കെ പറയും. സാധാരണ എല്ലാവരും മുട്ട ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കാറ്. ഇന്ന് നമുക്ക് മുട്ട ചേർക്കാതെ വെജിറ്റേറിയൻസിന് പറ്റിയ രൂപത്തിലൊരു ഗാർലിക് മയണൈസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുറേ പേർ പറയാറുണ്ട് ഇത് എത്ര ഉണ്ടാക്കിയാലും ശരിയാവില്ല. അങ്ങനെയുള്ളവർക്കും ചെയ്യാൻ പറ്റിയ ഈസി ഒരു മെത്തേഡാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടെ പ്രസ് ചെയ്യണം. ഗാർലിക് മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റവ് കത്തിക്കരുത്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഗ്യാസ് ഓൺ ചെയ്താൽ മതി. ഏറ്റവും കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം ഇത് നമുക്ക് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും തീ കൂട്ടി കൊടുക്കരുത്. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം. കോൺഫ്ലോർ മിക്സ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കുറുകി വരാൻ തുടങ്ങിയതിന് ശേഷം ഉടനെ സ്റ്റവ് ഓഫ് ആക്കണം. പിന്നീട് ആ ചൂടിൽ തന്നെയുള്ള കുറുക്കം മാത്രം മതി. ഇനി നമുക്കിത് തണുപ്പിച്ചെടുക്കാം. ഒരു ചോപ്പറിലേക്ക് ഞാനിവിടെ 8 വെളുത്തുള്ളി അല്ലിയും ഒരല്പം വിനാഗിരിയും ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഗാർലിക് ഫ്ലേവർ എനിക്കിഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാൻ 8 അല്ലി ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് അത്ര തന്നെ ഗാർലിക്കിൻ്റെ ആ ഒരു കുത്ത് ഇഷ്ടമാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 4 തൊട്ട് 5 അല്ലി വരെ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒരു സ്പാച്ചുല എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കിത് മുകളിലേക്ക് കയറി വന്നതൊക്കെ താഴത്തേക്ക് തട്ടി കൊടുക്കണം. ഒരു തരി പോലും ഇല്ലാത്ത രീതിയിൽ നല്ല ക്രീമി ടെക്സ്ചറായിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. ഇതിലേക്ക് നമ്മളുടെ കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ അല്പം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുക്കരുത്. ഞാനിവിടെ എൻ്റെ അടുത്ത് ഒലിവ് ഓയിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഒലിവ് ഓയിൽ ചേർത്തന്നേ ഉള്ളൂ. ഇവിടെ ശരിക്കും ആ തൂമിൻ്റെ കറക്റ്റ് ഫ്ലേവർ കിട്ടുന്നത് ഒലിവ് ഓയിൽ ചേർക്കുമ്പോഴാണ്. ഇനി നിങ്ങളുടെ അടുത്ത് ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. സാധാരണ ഏത് ഫ്ലേവർ ഇല്ലാത്ത റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ എന്ത് വേണം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നീട് തുറന്നിട്ട് നമുക്കതിൻ്റെ ഒരു സ്മൂത്ത്നെസ് മനസ്സിലാവും. അപ്പോൾ അതുപോലെ കുറേശ്ശെയായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും വീണ്ടും ചോപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ ഒരു പ്രോസസ്സിങ് കറക്റ്റായി കിട്ടി നമുക്ക് നല്ല സ്മൂത്ത് പേസ്റ്റുള്ള മയോണൈസ് തന്നെ കിട്ടും. കുറേ പേർക്ക് ഗാർലിക് മയോ ഉണ്ടാക്കിയിട്ട് ശരിയാവില്ല എന്നുള്ളത് പറയാറുണ്ട്. ഒന്നുകിൽ എണ്ണ സെപ്പറേറ്റ് ആയി പോവും, മിക്സായി പോവില്ല, ലൂസായി പോവും, അങ്ങനെയൊക്കെ. പക്ഷേ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുക. മുട്ട ചേർക്കും വേണ്ട. നമുക്ക് കുറച്ചും കൂടെ മുട്ട ചേർത്തിട്ടുള്ള മയോണൈസ് ഇരിക്കുന്നതിനേക്കാളും കുറച്ച് ദിവസം കൂടെ ഇതിരിക്കും ചെയ്യും. കാരണം ഇതിൽ വെറും കോൺഫ്ലോറും ഓയിലും ഗാർലിക്കും മാത്രമല്ല. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ചധികം സൂക്ഷിക്കുകയും ചെയ്യാം. ഞാൻ അല്പം കൂടി ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കറക്റ്റ് ആ ഒരു സ്മൂത്ത് പേസ്റ്റിൻ്റെ ടെക്സ്ചർ കിട്ടുന്നത് വരെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോഴേ നമുക്ക് ശരിക്കുള്ള അതിൻ്റെ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടുകയുള്ളൂ. ബീറ്റിംഗ് പ്രോസസ്സ് കറക്റ്റായി കിട്ടണം. അപ്പോൾ ആർക്ക് വേണമെങ്കിലും നല്ല ഫൈനായിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കാം. ഇപ്പോൾ കണ്ടോ, നല്ല സ്മൂത്ത് ക്രീമി പോലെയുള്ള മയോണൈസാണ്. ലൂസും അല്ല, ശരിക്കും മയോണൈസിൻ്റെ അതേ ടെക്സ്ചർ തന്നെ നമുക്ക് കിട്ടിയിട്ട് നമ്മൾ ഒരുപാട് ഓയിൽ ഉപയോഗിച്ചിട്ടുമില്ല ഇതിൽ. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡൊന്ന് പരീക്ഷിച്ച് നോക്കുക. വെജിറ്റേറിയൻസിനും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മെത്തേഡാണത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഈസി ഗാർലിക് മയോ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇൻഷാ അല്ലാഹ് മറ്റൊരു ഈസി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.